ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അച്ഛന് തൽക്കാലമൊന്ന് നടന്നു വരുത്താൻ ഒരു ചെറിയൊരു കൈസഹായം, അത്രയേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. ദയവായിട്ട് ഞാൻ തരുന്ന ഈ പണം അച്ഛൻ സ്വീകരിക്കണം. ജഗന് ജാമ്യം കിട്ടിയതിനെ കുറിച്ച് ചോദിക്കാൻ കഴിഞ്ഞില്ല. അതോ റിമാൻഡ് കാലാവധി കഴിഞ്ഞോ? കഴിഞ്ഞിട്ടുണ്ടാവും മാധവേട്ട, അല്ലെങ്കിൽ ജഗന് വരാൻ കഴിയില്ലായിരുന്നല്ലോ. പുതിയ ACP ജഗന്റെ ഫ്രണ്ടാണ്. അവരിടപെട്ട് ജഗനെ ചിലപ്പോ റിമാൻഡ് കാലാവധി കഴിയും മുൻപേ വിട്ടതാണെങ്കിലോ? ജയില നീ പറയും പോലെ ഒന്നുമല്ല കാര്യങ്ങള്. ജഗന്റെ റിമാൻഡ് കാലാവധി കഴിഞ്ഞിട്ടുണ്ടാവും. അല്ലെങ്കിൽ ACPക്ക് ജഗനെയും കൊണ്ട് യാത്ര പോകാൻ പറ്റുമോ? ചന്ദ്രു, ACP അന്വേഷിക്കുന്ന കേസിലെ പ്രതിയെന്ന് സംശയിക്കുന്നയാളാ ജഗൻ. അച്ഛാ, എന്താ? വർഷയുടെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞില്ലേ? അത് വേണ്ടെന്നുള്ള അഭിപ്രായമായിരുന്നു എനിക്ക്. പക്ഷേ ഇപ്പൊ തോന്നുന്നു അച്ഛൻ്റെ അഭിപ്രായമായിരുന്നു ശരിയെന്ന്. ചടങ്ങ് നടത്തിയത് എന്തുകൊണ്ട് ശരിയായി? അത് നടത്തിയില്ലായിരുന്നെങ്കിൽ വർഷയുടെ ആത്മാവിനോട് ചെയ്യുന്ന കൊടും ക്രൂരതയായി പോയനെ. എന്താ നിനക്ക് ഇപ്പൊ ഇങ്ങനൊരു തോന്നല്? പല കാര്യങ്ങളിലും എനിക്ക് തിരിച്ചറിവുണ്ടാവുന്നത് കുറച്ച് ലേറ്റായിട്ടാണല്ലോ അച്ഛാ. വർഷയുടെ കാര്യത്തിലും അത് തന്നെ സംഭവിച്ചു. തെറ്റുപറ്റിപ്പോയി. ഞാനത് തിരുത്തുകയാണ്. അല്പം വൈകിയാണെങ്കിലും തെറ്റു മനസ്സിലാക്കി അത് തിരുത്താൻ തോന്നിയല്ലോ. അത് തന്നെ നിന്റെ ഭാഗത്തുള്ള ശരി. വർഷ നിന്റെ പെങ്ങളാണെന്ന് നീ ഓർത്തല്ലോ. അമ്മയ്ക്ക് സമാധാനമായി. അമ്മേ, ഇപ്പോഴും എനിക്ക് സന്തോഷമായിട്ടില്ല. അച്ഛാ, ഇതച്ഛൻ്റെ കയ്യിലിരിക്കട്ടെ. ഇതെന്തിനാ? ഈ പണം അച്ഛൻ ഏറ്റുവാങ്ങിയാലേ എനിക്ക് സമാധാനാവൂ. എന്നാൽ എന്റെ മനസ്സിലെ കുറ്റബോധം മാറും. പ്രകാശ, വർഷയുടെ ആത്മാവിന് ശാന്തി കിട്ടാനുള്ള ചടങ്ങിന്റെ ചെലവെല്ലാം വഹിക്കേണ്ടത് ഭർത്താവായ വിക്രമായിരുന്നു. പക്ഷേ അയാളൊന്നും ചെലവാക്കിയില്ല എന്ന് മാത്രമല്ല, ചടങ്ങിനെ എതിർക്കുകയും ചെയ്തു. വന്ദനയോ മനോജോ ഒരു ചില്ല് കാശ് പോലും തന്നതുമില്ലല്ലോ. ചടങ്ങിനുള്ള എല്ലാ പൈസയും മുടക്കിയത് അച്ഛനല്ലേ? അച്ഛനൊരു കൈ സഹായിക്കാൻ മൂത്ത മകനായ ഞാനെങ്കിലും തയ്യാറാകണ്ടേ അച്ഛാ? അതല്ലേ എന്റെ അനിയത്തിയോട് എനിക്ക് ചെയ്യാവുന്ന പ്രായശ്ചിത്തം. ചന്ദ്രു, ഇന്ന് കാക്കകളൊക്കെ മലർന്നു പറക്കുന്ന ദിവസമാണോ എന്നൊരു സംശയം. മാധവേട്ട, അവനെ കളിയാക്കാതെ. കളിയാക്കിയതല്ല ചന്ദ്രു. അറുപ്പിശുക്കനായ പ്രകാശ് പെട്ടെന്ന് മഹാമനസ്കനായപ്പോ തോന്നിയ ഒരു ഉൾക്കിടിലം കൊണ്ട് പറഞ്ഞതാ. മോനെ, ഈ മനംമാറ്റം സ്ഥിരതയുള്ളത് തന്നെയാണോടാ? ഇതിന്റെ പിന്നില് എന്ത് കാര്യലാഭമാ നീ കണക്ക് കൂട്ടി വെച്ചിരിക്കുന്നത്? അച്ഛൻ ഇങ്ങനെ ചോദിക്കുള്ളൂ എന്ന് എനിക്കറിയാമായിരുന്നു. എന്റെ പ്രവൃത്തി മൂലം അച്ഛനും അമ്മയും ഒരുപാട് വേദനിച്ചിട്ടുണ്ട്, ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട് ഞാൻ. അതൊക്കെ ഓർക്കുമ്പോ വല്ലാത്ത കുറ്റബോധം. അച്ഛന് തൽക്കാലമൊന്ന് നടന്നു വരുത്താൻ ഒരു ചെറിയൊരു കൈസഹായം, അത്രയേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. ദയവായിട്ട്
ഞാൻ തരുന്ന ഈ പണം അച്ഛൻ സ്വീകരിക്കണം. ഈ പണത്തിന്റെ പിന്നില് ഒരു സഹോദരന്റെ ഉത്തരവാദിത്തം ഞാൻ കാണുന്നു. എന്നാലും ഈ പണം ഞാൻ സ്വീകരിച്ചതായി കരുതി നീ തന്നെ കയ്യിൽ വെച്ചേക്ക്. ആവശ്യമുള്ളപ്പോ അച്ഛൻ ചോദിച്ചു വാങ്ങിച്ചോളാം. മാധവേട്ട, മോൻ മനസ്സറിഞ്ഞു തരുന്നതല്ലേ മാധവേട്ട? അത് വാങ്ങിയില്ലെങ്കിൽ അവന് സങ്കടാവും. പിന്നെ അതോർത്ത് എനിക്കും സങ്കടാവും. വാങ്ങിക്കേ. അച്ഛാ, സന്തോഷായി അച്ഛാ. ഇനി നിങ്ങളെ വേദനിപ്പിക്കുന്ന ഒരു പ്രവൃത്തിയും എന്റെ ഭാഗത്തുനിന്നുണ്ടാവില്ല. അച്ഛനെയും അമ്മയും പരമാവധി സന്തോഷിപ്പിച്ച് അവരുടെ വിശ്വാസം നേടിയാലേ എന്റെ ലക്ഷ്യം നേടാൻ കഴിയൂ. അതിന്റെ ആദ്യ പടിയായിരുന്നു വർഷയുടെ മരണാനന്തര ചടങ്ങുകൾക്ക് പണം കൊടുത്തത്. ആവശ്യത്തിന് പണം വിതച്ച് ആവശ്യത്തിൽ കൂടുതൽ കൊയ്തെടുക്കാനാവൂ. La 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 la. La 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 la. മാനത്തെ കൊട്ടാ